ഇന്നത്തെ വചനം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 11-ാം വാക്യം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ, അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ചേർത്ത് വയ്ക്കുന്നു. ഈശോനാഥ, ഇന്നേ ദിവസം ഞങ്ങളുടെ വിചിന്തനത്തിനായിട്ട് അങ്ങ് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം 11-ാമത്തെ വചനമാണല്ലോ. ഈ വാക്കുകൾ യേശുക്രിസ്തു ഒരു വിരുന്നിൽ ആളുകൾ മുൻനിര സീറ്റുകൾ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ ഉപമയുടെ ഭാഗമായാണ് പറഞ്ഞത്. മനുഷ്യൻ സ്വയം ഉയർത്താൻ ശ്രമിക്കാതെ വിനയത്തോടെ ജീവിക്കണമെന്ന് ഈശോനാഥൻ ശക്തമായി ഈ ഉപമയിലൂടെ നമ്മോട് അരുളി ചെയ്യുകയാണ്. സ്വയം മഹത്വപ്പെടുത്തുകയും മറ്റുള്ളവരെക്കാൾ ഉയർന്നവരായി കരുതുകയും ചെയ്യുന്നവർ ഒടുവിൽ താഴ്ത്തപ്പെടും. വിനയത്തോടെ സ്വയം താഴ്ത്തി ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുമ്പിൽ നമിക്കുന്നവൻ ഉയർത്തപ്പെടും. ദൈവരാജ്യത്തിൻ മഹത്വം വിനയത്തിലൂടെയാണ്. അഹങ്കാരം മനുഷ്യനെ താഴ്ത്തും. വിനയം ദൈവകൃപ നേടാനുള്ള വഴിയാണ്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാനായിട്ട് സാധിക്കണം. എത്രമാത്രം വിനയത്തോടു കൂടെ ജീവിക്കുവാനായി നമുക്കോരോരുത്തർക്കും സാധ്യമാകുന്നുണ്ട്. വിനയപ്പെട്ട് ജീവിക്കേണ്ട അവസരങ്ങളുണ്ട്. അവരൻ്റെ മുൻപിൽ വിനയത്തോടു കൂടെ ആയിരിക്കേണ്ട നിമിഷങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവരെ നമുക്ക് ബഹുമാനിക്കാനായിട്ട്, അവരുടെ കഴിവിനെയും അവരുടെ പ്രായത്തെയും ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് സാധ്യമാകുന്നുണ്ടോ? ഇന്നത്തെ തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നാം കണ്ടുമുട്ടുകയാണ്. ഈശോനാഥൻ നമ്മളോട് പറയുകയാണ്, എളിമപ്പെടുവാനായിട്ട്, അവരൻ്റെ മുൻപിൽ ചെറുതാകുവാൻ, അവരൻ്റെ മുൻപിൽ ഒന്ന് മാറിക്കൊടുക്കുവാൻ, അവരൻ്റെ ജീവിതത്തിലേക്ക് ഒരു കൈത്താങ്ങായി തീരുവാൻ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം. ആധുനിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ തള്ളി മാറ്റിക്കൊണ്ട് മുന്നേറാനുള്ള ഒരു പ്രവണത നമ്മൾ കണ്ടുമുട്ടുന്നു. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് എളിമയുടെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെതുമായ ഒരു ജീവിത ശൈലിയാണ്. ആ ജീവിത ശൈലിയെ രൂപപ്പെടുത്തുവാനായി നമുക്കും സാധിക്കണം. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അനുനിമിഷം മാധ്യസ്ഥം യാചിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്നത്തെ നിയോഗം എളിമയെന്ന പരമപുണ്യത്താൽ നിറയപ്പെടുവാനായി തീക്ഷ്ണമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യാം.